Hello students, നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് റണ്ണിംഗ് ടോർക്ക് ഓഫ് എ സ്ക്വിർ കേജ് ഇൻഡക്ഷൻസ് മോട്ടോർ. സ്റ്റാർട്ടിംഗ് ടോർക്കിനെ പറ്റിയും റണ്ണിംഗ് ടോർക്ക് ഈ രണ്ടോ കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ഓടിച്ചു പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ഞാൻ വേറൊന്ന് പറയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇപ്പൊ ഈ ചിത്രത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പടം ഒന്ന് നോക്കുക. ആ പടത്തിനകത്ത് നമ്മൾ ഒരു മോട്ടറാണ് കാണിച്ചിരിക്കുന്നത്. മോട്ടറിന്റെ സ്റ്റേറ്ററിന്റെ മുകളിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ടെർമിനലാണ്. ടെർമിനലിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്, 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു. ഈ സ്റ്റേറ്ററിന്റെ അകത്ത് സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ട്. പിന്നെ അതിന്റെ നടുക്ക് വെച്ചിരിക്കുന്ന റോട്ടറാണ്, റോട്ടറിന്റെ ഷാഫ്റ്റ് ആണിത്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, സപ്ലൈ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ റോട്ടർ അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കറങ്ങാൻ ഒരു ടോർക്ക് കൊടുക്കണം. അതിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്ലിയർ ആയിരുന്നു സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. റണ്ണിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റണ്ണിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ സപ്ലൈ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഇവിടെ ലോഡൊന്നും കൊടുത്തിട്ടില്ല എന്ന്, ഈ റോട്ടറിന്റെ ഷാഫ്റ്റാണിത്. ഈ ഷാഫ്റ്റ് ലോഡൊന്നും കൊടുത്തിട്ടില്ല, അതായത് ഒരു മെഷീനായിട്ടൊന്നും കണക്ട് ചെയ്തിട്ടില്ലാതെ വെച്ചിരിക്കുക. അപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട്, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതിനെ നോ ലോഡ് എന്ന് പറയും. നോ ലോഡാണ്. ഇനി ഇവിടെ നമ്മളൊരു പുള്ളി കൊടുത്ത് ഒരു ബെൽറ്റ് ഇട്ട് വേറൊരു മെഷീനിനെ കണക്ട് ചെയ്ത് അപ്പോൾ അവിടെ ലോഡായി. അപ്പൊ നമ്മൾ പറയാം ഇതിനെ ഫുൾ ലോഡ് എന്ന് പറയും. ഫുൾ ലോഡ്. അപ്പൊ നോ ലോഡ് എന്നാണെന്ന് അറിഞ്ഞിരിക്കണം, ഫുൾ ലോഡ് എന്നത് പറയും. ചില മോട്ടറൊക്കെ ഇത് നേരെ ഇവിടെ പുള്ളിയൊന്നും കാണില്ല, ഇത് നേരെ ഗിയർ വീലിലേക്ക് കൊടുക്കും. ഒരു മെഷീന്റെ ഗിയർ വീലിലേക്ക് കൊടുത്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതാണ് അതിന്റെ ലോഡ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നോ ലോഡുണ്ട്, ഫുൾ ലോഡുണ്ട്. അപ്പൊ നോ ലോഡ് കറണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഇത് ലോഡൊന്നും ഇല്ലാതെ കറങ്ങിക്കുമ്പോൾ ഒരു സ്പീഡ് ഉണ്ടാവും. പിന്നെ ഇവിടെ ലോഡ് കൊടുക്കുമ്പോൾ ഒരു സ്പീഡ് ഉണ്ടാകും. ലോഡ് കൊടുക്കുമ്പോൾ എന്താ പറയുക, നോ ലോഡിൽ കറങ്ങുന്ന വളരെ സ്പീഡ് കൂടുതലായിരിക്കും. ഫുൾ ലോഡിൽ കറങ്ങുമ്പോൾ ആ ലോഡ് ഉള്ളതുകൊണ്ട് അതിന്റെ സ്പീഡ് സ്വാഭാവികമായിട്ടും കുറയും. അത് നിങ്ങൾ മനസ്സിലാക്കണം, അറിയാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് നമുക്ക് വെറുക്കെ എന്ന് വരാം. ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് വായിക്കാമല്ലോ. അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ സ്റ്റാർട്ടിങ് ദ സ്ലിപ്പ് വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് 1 ആയിരിക്കും. അതായത് n=0 എന്ന് പറഞ്ഞാൽ എന്താണ്? n=0 എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടർ കറങ്ങാതിരിക്കുകയാണ്, അതാണ് n. നമ്മൾ പറഞ്ഞു ns - n ഡിവൈഡഡ് ബൈ ns, അതാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഇക്വേഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് 1 ആയിരിക്കും. ദ ടോർക്ക് പ്രൊഡ്യൂസ് അറ്റ് ദാറ്റ് കണ്ടീഷൻസ് ഈസ് കോൾഡ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ആ കണ്ടീഷനിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് the slip will be equal to 1. The torque produced at that conditions is called the starting torque. പിടികിട്ടിയല്ലോ. സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സപ്ലൈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് കറങ്ങാൻ ഉപയോഗിക്കുന്ന ടോർക്കിനെയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ആ സമയത്ത് സ്ലിപ്പ് 1 ആയിരിക്കും. ദി മാക്സിമം ടോർക്ക് a motor can develop at a rated voltage is called breakdown voltage. അപ്പൊ മാക്സിമം ടോർക്ക്, ഈ മോട്ടറിനകത്ത് ഉണ്ടാകുന്ന മാക്സിമം ടോർക്ക് എങ്ങനെയാണ്? മാക്സിമം ഡെവലപ്പ് അറ്റ് റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതിനെയാണ് നമുക്ക് മാക്സിമം ടോർക്ക് എന്ന് പറയും. മാക്സിമം ടോർക്ക് ഉണ്ടാകും. ഇത് നമ്മൾ പറയുന്നത് റണ്ണിംഗ് ടോർക്കാണ്. റണ്ണിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ ലോഡ് ടോർക്ക്. അതിനാണ് നമ്മൾ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുന്നത്. ലോഡ് ഇവിടെ കൊള്ളപ്പോൾ ഇത് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളതിനെയാണ് നമ്മൾ ഫുൾ ലോഡ് ടോർക്ക്. റണ്ണിംഗ് ടോർക്ക് ബ്രാക്കറ്റ് ഏതാണ് പറഞ്ഞത്? ഫുൾ ലോഡ് ടോർക്ക് ഈസ് ദ ടോർക്ക് ദാറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ് ഓഫ് ദ മോട്ടർ. ഉണ്ടോ? ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാൻ പാടില്ല. റണ്ണിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാതെ ഉള്ള ടോർക്കിനെയാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ലോഡ് കൊടുക്കുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ ലോഡാണ് കൊടുക്കുന്നത്. കൂടുതൽ ലോഡ് കൊടുത്താൽ ഈ മോട്ടർ ഇത് കറങ്ങിക്കൊണ്ടേ മോട്ടർ ചൂട് പിടിക്കും.
എന്നാൽ ഓവർ ഹീറ്റിംഗ് ആകുമ്പോൾ കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടർ ഓവർ ഹീറ്റിംഗ് ആയി ചൂട് പിടിച്ചു പോകും. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് വൈൻഡിങ് എല്ലാം കത്തിപ്പോകും. അപ്പോൾ ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാത്ത വിധത്തിൽ ഉള്ള ടോർക്കിനെ അതിനെയാണ് റണ്ണിങ് ടോർക്ക്. എന്താ റണ്ണിങ് ടോർക്ക്? ദ ഫുൾ ലോഡ് ടോർക്ക്, അതിനെയാണ് ഫുൾ ലോഡ് ടോർക്ക്. ഈസ് ദ ടോർക്ക് ദാറ്റ് ക്യാൻ ബി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ് ഓഫ് ദ മോട്ടർ. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഓവർ ഹീറ്റിംഗ് ഉണ്ടാകാതെ ഫുൾ ലോഡിലുള്ള ടോർക്കിനെയാണ് നമ്മൾ റണ്ണിങ് ടോർക്ക് എന്നറിയപ്പെടുന്നത്. The running torque of the motor will be much less than the breakdown torque. ബ്രേക്ക്ഡൗൺ ടോർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ റേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾ ടോട്ടൽ റേറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതിനേക്കഴിഞ്ഞും താഴെയായിരിക്കും നമ്മുടെ റണ്ണിങ് ടോർക്ക്. ഫോർ നോർമൽ ഓപ്പറേഷൻസ്, സാധാരണ ഫോർ നോർമൽ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നോ ലോഡ് ടു ഫുൾ ലോഡ്, നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിലേക്കുള്ള അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ചെയ്യുക. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ നമ്മളിവിടെ ലോഡൊന്നും ഇല്ലായിരിക്കും, ലോഡൊന്നും ഇല്ലാതെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ് കൂടി കൊടുത്ത് ഇങ്ങനെയാണല്ലോ മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നത്. ഫോർ നോർമൽ ഓപ്പറേറ്റിംഗ് റീജിയൻ അതിനാണ് പറയുന്നത് നോ ലോഡ് ടു ഫുൾ ലോഡ്, നോ ലോഡിൽ നിന്ന് ഫുൾ ലോഡിൽ. ദ വേരിയേഷൻസ് ഓഫ് ദ സ്ലിപ്പ് ഷാൽ ബി typically 3 to 5%, 3 മുതൽ 5% വരെ ഈ സ്ലിപ്പിന് വ്യത്യാസം ഉണ്ടാകും. എങ്ങനെ? നോ ലോഡ് ടു ഫുൾ ലോഡ്. ഫോർ നോർമൽ ഓപ്പറേഷൻ റീജിയൻ അതിനാണ് നോർമൽ ഓപ്പറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ മോട്ടർ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ലോഡിലേക്ക് ഇട്ടിട്ടല്ലേ നമ്മൾ ലോഡില്ലാതെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെഷീനിലേക്ക് അതിന്റെ ഗിയർ വീല് മാറ്റി ലോഡ് കൊടുക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ നോ ലോഡ് ടു ഫുൾ ലോഡ് എന്ന് പറയുന്നത്. ദ വേരിയേഷൻസ് ഓഫ് ദ സ്ലിപ്പ് ഷാൽ ബി ടിപ്പിക്കലി 3 to 5%. ഓക്കെ. ഈവൻ അറ്റ് നോ ലോഡ് ദ മോട്ടർ ഹാസ് ടു പ്രൊഡ്യൂസ് സം ടോർക്ക് ടു ഓവർകം ദ ഫ്രിക്ഷൻ ആൻഡ് അതർ ലോസസ് ഓഫ് ദ മോട്ടർ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈവൻ അറ്റ് നോ ലോഡ്, ലോഡൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കുക. ഇവിടെ റോട്ടർ ലോഡൊന്നും ഇല്ലെങ്കിൽ എന്താണ്? ഈ റോട്ടറിൽ നിന്ന് ഒരു വെയിറ്റ് ഉണ്ട് ഇല്ലേ? അപ്പൊ അവിടെ ഒരു ഫ്രിക്ഷൻ ലോസസ് ഉണ്ടാകും, പിന്നെ ചൂടൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉണ്ടാകും. അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈവൻ അറ്റ് നോ ലോഡ് ദ മോട്ടർ ഹാസ് ടു പ്രൊഡ്യൂസ് സം ടോർക്ക് ടു ഓവർകം ദ ഫ്രിക്ഷൻ ആൻഡ് അതർ ലോസസ് ഓഫ് ദ മോട്ടർ. അപ്പൊ ഈ ഫ്രിക്ഷനെയും മറ്റുള്ള ലോസിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു ടോർക്ക് ഉണ്ടാകണം. നോ ലോഡിലാണെങ്കിലും ഇത് കറങ്ങണമെങ്കിൽ ഫ്രിക്ഷൻ ലോസസിനെയും മറ്റുള്ള ലോസിനെയും ഓവർകം ചെയ്യാനുള്ള ഒരു ടോർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നോ ലോഡിലും ഇത് കറങ്ങുള്ളൂ. ഇത്രയും കാര്യമാണ് ഇതിനകത്ത് അറിഞ്ഞത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആൻഡ് റണ്ണിംഗ് ടോർക്ക് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. അപ്പൊ അതനുസരിച്ച് ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഇനി നമ്മൾ അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കുന്നത് മോട്ടർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. സ്റ്റാർട്ടർ, ഓൺലൈൻ സ്റ്റാർട്ടർ, അങ്ങനെ പല സ്റ്റാർട്ടറിനെ പറ്റി പഠിക്കും. അപ്പൊ അവിടെ എല്ലാം സ്റ്റാർട്ടിംഗ് ടോർക്ക്, റണ്ണിംഗ് ടോർക്ക് എന്നൊക്കെ പദങ്ങൾ വരും. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. മനസ്സിലാക്കിയാണോ എന്ന് വിചാരിക്കുന്നു. ഹലോ സ്റ്റുഡൻസ്, ഈ ക്ലാസ്